നമസ്കാരം, കാണാം എൻ്റെ തോട്ടം. പന്തളത്തിനടുത്ത് കുളനടയിൽ പ്രകാശ് കോമളത്തിന്റെ പച്ചക്കറിത്തോട്ടം. ഇതൊരു ഹൈടെക് ഫാമാണ്. ഇവിടുത്തെ ലേബർ കോസ്റ്റ് വളരെ കുറച്ച് മാക്സിമം എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ആണ് കൃഷി ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് ഒരു കൃഷി, ഞങ്ങളുടെ ഫാമിലി ഒരു കൃഷി ഫാമിലിയാണ്. പക്ഷേ എനിക്കൊന്നും അറിയില്ലായിരുന്നു, കൃഷിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ 36 വർഷത്തോളം ഗൾഫിലായിരുന്നു. അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞ്, പക്ഷേ ഗൾഫിൽ ഇരുന്നപ്പോഴും ഞാൻ ഈ കർഷകശ്രീ വായിക്കുമായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. അങ്ങനെയുള്ള അങ്ങനെ വായിച്ചുള്ള അറിവ് കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അത് വായിച്ചിട്ടും ഒന്നുമല്ല, ഡെയിലി ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആരുടെയെങ്കിലും നല്ല എക്സ്പെർട്ടുകളുടെ അഡ്വൈസ് വേണം. അങ്ങനെയാണ് കൃഷി ഓഫീസർമാരും ഈ KVK ആയിട്ടൊക്കെ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു 10 വർഷമായി തുടങ്ങിയിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇത് പോകുന്നുണ്ട്. ഗ്രാഫ്റ്റ് തൈയാണ് ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് തൈകളാണ്. അതായത് ഈ ടൊമാറ്റോയ്ക്കും പച്ചമുളകിനും ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു അസുഖമുണ്ട്, വാട്ടരോഗം. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് തൈകളാണ് ഉപയോഗിക്കുന്നത്. കാട് പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ബ്രഷ് കട്ടർ വെച്ച് പുല്ല് ചെറിയ കാടൊക്കെ വെട്ടിക്കളയും. അത് കഴിഞ്ഞിട്ട് ഒരു മിനി ഗാർഡൻ ടില്ലർ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് വെച്ചൊന്ന് ഉഴുത് മറിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മാനുവലി വാരമെടുക്കും. വാരമെടുത്ത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ആദ്യം ഡോളമേറ്റ് ഇടണം, പിന്നെ അടിസ്ഥാന വളങ്ങളൊക്കെ ഇടും. അത് കഴിഞ്ഞിട്ട് മൾച്ചിങ് ഷീറ്റ് വിരിക്കും, മൾച്ചിങ് ഷീറ്റ്. അപ്പോൾ ആൾറെഡി ഇവിടെ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ മൾച്ചിങ് ഷീറ്റ് വിരിക്കും. മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ട് അതിന് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടുന്ന ചെടിയാണെങ്കിൽ, തൈ ആണെങ്കിൽ നടും, അല്ല വിത്താണെങ്കിൽ ഇടും. പിന്നെ അത് കിളിച്ച് വരും. പിന്നെ വളവും കൊടുക്കുന്നത് ട്രിപ്പ് ഇറിഗേഷൻ മുഖാന്തരമാണ്. ഒരേ സമയം തന്നെ വെള്ളവും വളവും ഇതിൻ്റെ ചവിട്ടിൽ തന്നെ കിട്ടും. അത് ട്രിപ്പായിട്ട് വീഴുന്നതുകൊണ്ട് നമുക്ക് വെള്ളം വളരെ കുറച്ച് മാത്രമേ ഉപയോഗം വരുത്തുള്ളൂ. മാൻ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഒരു പോട്ട് നമ്മൾ പൂന്താലി വെച്ച് കിളച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പം ഒരു ദിവസം എങ്ങനെയായാലും കിളയ്ക്കും. നേരെ മറിച്ച് നമ്മൾ ഗാർഡൻ ടില്ലർ ഉപയോഗിച്ചാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ശരിയായി കിട്ടും. അവിടെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളമിടുക, വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മാൻ പവർ നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഇത് നമ്മൾ ഓൾറെഡി ഒരു ട്രിപ്പ് ഇറിഗേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ലൈഫ് ലോങ് അത് അങ്ങനെ കിടക്കും. അപ്പോൾ ആ ഒരു മാൻ പവർ അവിടെ ലാഭിക്കാം. വളമിടുന്നതിന് പ്രത്യേകം, വളം കൊടുക്കുന്നതിന് പ്രത്യേകം ഒരു മാൻ പവർ വേണ്ട, വെള്ളം ഒഴിക്കുന്നതിന് മാൻ പവർ വേണ്ട. മാൻ പവറാണ് മെയിനായിട്ടുള്ള പ്രശ്നം. KVKയുടെ നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഡോക്ടർ സാർ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വിളിച്ചാലും തന്നെ, അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ഒരു ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ പരിഹാര മാർഗ്ഗം ഉണ്ടെന്ന് നമുക്ക് തരുന്നുണ്ട്. അത് കാരണം നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് കീടങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് സാറിന് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കും. സാർ അത് നോക്കിയിട്ട് അതിനുള്ള പരിഹാര മാർഗ്ഗം പറഞ്ഞു തരും. കൃഷി പിന്നെ നമ്മൾ വേണ്ട രീതിയിൽ നോക്കുകയാണെങ്കിൽ നഷ്ടം വരില്ല. നമ്മൾ മുടക്കുന്നതിൻ്റെ എൻ്റെ അനുഭവത്തിലാണെങ്കിൽ ചിലപ്പോൾ 2 times 3 times വരെ പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതൊരു ഉപജീവനമാർഗ്ഗമാക്കണമെന്ന് നോക്കിയാലാണെങ്കിൽ അത് കുറച്ച് സ്ഥലം കൊണ്ട് പറ്റില്ല. നമ്മൾ കുറച്ച് ലാർജ് സ്കെയിൽ ചെയ്താൽ ഒരു ഫാമിലിക്ക് ഉപജീവനമാർഗ്ഗമായിട്ട് തന്നെ വേണമെങ്കിൽ കൃഷിയെ തിരഞ്ഞെടുക്കാം. അത് അതിൻ്റെ രീതിയിൽ ഇച്ചിരി ലാർജ് സ്കെയിലിൽ ഈ ഹൈടെക് രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് ഉപജീവനമാർഗ്ഗമായിട്ട് കൃഷി തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. വിൽപ്പനയും മാർക്കറ്റിങ്ങും എൻ്റെ പ്രോഡക്ട്സിന് ഒരു ചലഞ്ച് ഇതുവരെ വന്നിട്ടില്ല. നേരെ മറിച്ച് ഏത്തക്കൊലയാണെങ്കിൽ ചിലപ്പോൾ അതിനൊരു പ്രശ്നം വരും, അതിന് വില കുറയൊക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ പയറ്, പാവല്, ഏത്തക്കൊല, വാഴ, ചേമ്പ് ഇതൊക്കെ എല്ലാവരും കൃഷി ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ കൃഷി ചെയ്യുന്നത് പച്ചക്കറികളാണ്. അപ്പോൾ തക്കാളി ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു വിപണിയുണ്ട്, VFCയുടെ.
അവിടെ തക്കാളി കൊണ്ടുവരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കർഷകർ, വേറെ കർഷകരൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ വെണ്ടയ്ക്കായാലും പച്ചമുളകായാലും എല്ലാവരും ഒന്നും കൊണ്ടുവരത്തില്ല. അഥവാ ആരെങ്കിലും പച്ചമുളക് കൊണ്ടുവന്നാൽ 1 കിലോ 1/2 കിലോ ഒക്കെ അവിടെ ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് കണ്ടിട്ടുള്ളൂ. ഞാനാണെങ്കിൽ 5 കിലോ 10 കിലോ 15 കിലോ വരെ കൊടുക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മറ്റ് വെണ്ടയ്ക്ക അല്ലെങ്കിൽ വഴുതനങ്ങ പിന്നെ കുറേ പേരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ വെണ്ടയ്ക്കായും പച്ചമുളകും തക്കാളിയും കൃഷി ചെയ്യുന്ന കർഷകർ വളരെ അപൂർവം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റിന് ഒരു ഡിമാൻഡ് ഇല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. മറ്റൊരു തോട്ടത്തിന്റെ മനോഹര കാഴ്ചകളുമായി വീണ്ടും വരും. ഗുഡ് ബൈ.